ഹേ സിനിഫൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ സന്തോഷ് ട്രോഫിയുടെ ഫസ്റ്റ് ലുക്ക് അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ പൃഥ്വിരാജിൻ്റെ ഈ കാണുന്ന ആ പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. പൃഥ്വിരാജ് അതിൻ്റെ ബാക്കിലുണ്ട്. കൃത്യമായിട്ടുള്ളൊരു മുഖവും ക്യാരക്ടർ ലുക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലൊരു കിടിലൻ ഫസ്റ്റ് ലുക്കാണ് വന്നിരിക്കുന്നത്. പൃഥ്വിരാജ് അങ്ങനെ അടുത്ത ശക്തമായിട്ടുള്ള റോൾ ചെയ്യാൻ പോണു. അതായത് നമ്മുടെ ബ്ലഡി റോമിയോ എന്ന നാനി നായകനാവുന്ന ചിത്രത്തിലാണ് നമ്മുടെ പൃഥ്വിരാജ് നല്ല റോൾ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റ് അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ടോക്സിക് എന്ന സിനിമയുടെ തബാഹി എന്ന പേരിൽ വരുന്ന ഫസ്റ്റ് സിംഗിൾ ഈ വരുന്ന മാർച്ച് 2 റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ടൈം വന്നിട്ടുണ്ട്. അതായത് 12:59 സിനിമയുടെ ഈ സോങ് റിലീസ് ചെയ്യുന്നത്. മാർച്ച് 19 റിലീസ് ചെയ്യാൻ പോണ നമ്മുടെ ദുരന്തർ 2 എന്ന ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ടുണ്ട്. 3 മണിക്കൂർ 40 മിനിറ്റാണ്. അപ്പോൾ തിയേറ്ററിൻ്റെ ഇൻ്റർവെല്ലൊക്കെ കൂട്ടി കഴിയുമ്പോൾ ഒരു 4 മണിക്കൂറിന് അടുത്തുണ്ട്. ആദ്യഭാഗത്തിനേക്കാൾ ഇത്തിരി ഡ്യൂറേഷൻ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ യാഷിൻ്റെ ടോക്സിക് എന്ന ചിത്രത്തിനും ഏകദേശം ഒരു 3 മണിക്കൂർ മേലെ ഡ്യൂറേഷൻ വരുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ആട് 3 പറ്റിയാണ്. സിനിമയുടെ ഈ കാണുന്ന ഒരു തംബ്നെയിൽ വന്നിട്ടുണ്ട്. അവരുടെ യൂട്യൂബിൽ ഇപ്പോൾ പ്രീമിയർ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നേ ദിവസം രാവിലെ 11:11 സിനിമയുടെ ട്രെയിലർ വരുന്നതായിരിക്കും. നമുക്ക് തംബ്നെയിലിൽ മനസ്സിലാക്കാം 2 കാലഘട്ടം എന്തായാലും ട്രെയിലറിലുണ്ട്. പിന്നെ അടുത്തൊരു അപ്ഡേറ്റ്, നമ്മുടെ കഴിഞ്ഞ ദിവസം വന്ന ട്രെയിലറിൻ്റെ ഒരു അപ്ഡേറ്റ് പോസ്റ്ററിൽ നമ്മുടെ ആട് 3 പാർട്ട് 1 ലാസ്റ്റ് റൈഡ് എന്നാണ്. ഈ പാർട്ട് 1 എന്തിനെ സൂചിപ്പിക്കണമെന്ന് കുറേ ഡൗട്ട് ഉണ്ട്. മേ ബി ഇനി 2 പാർട്ടായിട്ട് റിലീസ് ചെയ്യുമെന്നൊന്നും നമുക്കറിയില്ല. ആ പോസ്റ്ററിൽ അങ്ങനെ ഒരു ഡീറ്റെയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയുടെ ഈ കാണുന്ന ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു മികച്ച ഒരു പോസ്റ്റർ തന്നെയാണ്. മാർച്ച് 6 റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രമാണ് സംഭവം അധ്യായം 1. സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ OTT സിനിമ വാർത്തകൾക്ക് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.